വഴിയോര കച്ചവടക്കാർക്കെതിരെ സമരം ശക്തമാക്കി മല്ലപ്പള്ളിയിലെ വ്യാപാരികൾ. ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് AG ഷാജഹാൻ നിർവഹിച്ചു. 100ഓളം വ്യാപാരികൾ കച്ചവടം നടത്തുന്ന മല്ലപ്പള്ളി മാർക്കറ്റിലെ കച്ചവടം തകർക്കുന്ന വഴിയോര കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ഗ്രാമപഞ്ചായത്തിന്റെയും പോലീസിന്റെയും നിലപാടുകൾക്കെതിരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളിയിൽ മാർച്ചും ധർണയും നടത്തിയത്. മല്ലപ്പള്ളി നഗരം ചുറ്റി നടന്ന മാർച്ചിൽ 100 കണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടത്തിയ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് AG ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. മുകളിൽ കത്തുന്ന സൂര്യൻ, താഴെ തിളയ്ക്കുന്ന ഭൂമി എന്ന് പറയുന്നത് പോലെ മുകളിൽ നിന്ന് ഈ കുത്തകകളുടെ അക്രമം, താഴെയോ ഈ 4 വീല് വണ്ടി ഈ തെരുവ് കച്ചവടക്കാർ നമ്മുടെ കച്ചവടക്കാരെ ഉപദ്രവിക്കുന്നു. അതിനെയും ഗവൺമെന്റ് പിന്തുണയ്ക്കുന്നു, പോലീസ് പിന്തുണയ്ക്കുന്നു, അധികാരികൾ പിന്തുണയ്ക്കുന്നു. അപ്പൊ ഇതിനെതിരായ ശക്തമായ പോരാട്ടം നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മളെ പോലെയുള്ള സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ മല്ലപ്പള്ളി 25 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു മല്ലപ്പള്ളിയുടെ അവസ്ഥ, അല്ലെങ്കിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു മല്ലപ്പള്ളിയുടെ അവസ്ഥ? ഒരു ഗ്രാമം കാടുമൂടി അല്ലെങ്കിൽ ഒരു മലയോര ഗ്രാമം എന്നതിൽ നിന്ന് ഒരു നഗരത്തിലേക്ക് ഈ പ്രദേശത്തെ എത്തിച്ചത് കച്ചവടക്കാരാണ്. നമ്മളെല്ലാം കടകൾ തുറന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ നഗരം വെളിച്ചത്തിൽ നിൽക്കുന്നത്. നമ്മളെല്ലാം ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ് നേരത്തെ തോമസ് കുട്ടി പറഞ്ഞതുപോലെ 2500 കോടി രൂപ GST നിരക്കിൽ അടച്ച് ഈ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കും അടക്കമുള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നത്. നമ്മളാണ് ഈ നാടിനെ ഏറ്റവും മനോഹരമായി പ്രഭാപൂരം നൽകുന്നത്. നമ്മുടെ ഗ്രാമത്തില്, നമ്മുടെ നഗരത്തിലും വെളിച്ചമുണ്ടാകുന്നത് നമ്മുടെ കടകളിലെ വെളിച്ചമുണ്ട്. എന്നാൽ ഈ രാജ്യത്തെ കുത്തകകൾക്ക് 1 രൂപയ്ക്ക് വൈദ്യുതി നൽകുമ്പോൾ നമുക്ക് 8 രൂപയ്ക്കും 10 രൂപയ്ക്കുമാണ് സർക്കാർ വൈദ്യുതി നൽകുന്നത്. നമ്മൾ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നു. ഇവിടെ ഇപ്പോൾ 550ഓളം കച്ചവടക്കാരുണ്ട്. ഈ 550 കച്ചവടക്കാരും അവർ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിച്ചവരാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ സ്വയം മുതൽ മുടക്കി നമ്മൾ കച്ചവടം ചെയ്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ എത്രയാണ്? ഓരോ കടയിലും 3ഉം 4ഉം പേര് ജോലി ചെയ്യുകയല്ലേ? അവർക്കെല്ലാം തൊഴിൽ കൊടുക്കുന്നത് നമ്മളല്ലേ? ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദായക മേഖല എന്ന് പറയുന്നത് ചെറുകിട വ്യാപാര മേഖലയാണ്. ആ മേഖലയെ തകർക്കുന്ന നിലപാടുകളാണ് ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് ED തോമസ് കുട്ടി അധ്യക്ഷത വഹിച്ചു. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മാർക്കറ്റാണ് മല്ലപ്പള്ളി ശ്രീകൃഷ്ണവിലാസം പബ്ലിക് മാർക്കറ്റ്. ആ പബ്ലിക് മാർക്കറ്റിന്റെ നില വളരെ ശോചനീയാവസ്ഥയാണ്. പബ്ലിക് മാർക്കറ്റിന് ഏകദേശം 1.5 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. ഈ ഗ്രാമപഞ്ചായത്ത് ഇരിക്കുന്നതിനുള്ള താഴെ വരെ സ്ഥലം നമ്മുടെ മാർക്കറ്റിന്റെ ആയിരുന്നു. അത് അവർ കവർന്നെടുത്തു. താഴോട്ട് പോയി ഒരു ജൈവ പ്ലാന്റ് വലിയ ലക്ഷങ്ങൾ മുടക്കിയൊരു പാതു ഒന്നിനും കൊള്ളാതെ അവിടെ കിടപ്പുണ്ട്. അതും ഈ പഞ്ചായത്ത് കവർന്നെടുത്തു. ആകെപ്പാടെ ഇപ്പൊ ഉള്ളത് ആ മാർക്കറ്റിൽ ഒരു റോഡ് മാത്രമാണ്, വെറും റോഡ്. ആ റോഡ് നടന്നു പോകാൻ പോലും പറ്റാത്ത ദുരവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ ദിവസം അതിനകത്ത് സ്ത്രീ വീണ് കാലൊടിഞ്ഞ് ആശുപത്രിയിലായി. ആ വഴിസൈഡിലിരിക്കുന്ന പാവങ്ങളായ ഈ കച്ചവടക്കാര് അവരുടെ ഒരു ആവശ്യമാണ് ഈ വഴിയരികിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും വഴിയരിയിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇച്ചിരി സാധനമോ വെള്ളമോ കൊണ്ടോ ആ മാർക്കറ്റിൽ ഇത് കച്ചവടം ചെയ്യുമ്പോ വലിയ വൻകിടക്കാര് ലോഡ് കണക്കിന് സാധനം ഇറക്കിക്കൊണ്ട് വന്ന് വാഹനങ്ങൾ വന്ന് മല്ലപ്പള്ളി ടൗൺ മൊത്തം അവരെ കൈയടക്കിയിരിക്കുകയാണ്. സാബു ചക്കമൂട്ടിൽ, പുഷ്കരൻ, ദേവദാസ് S, രാജു കളപ്പുരയ്ക്കൽ, ലാലൻ M ജോർജ്, നിസാർ PA, ഐബ് ദാനിയൽ, സന്തോഷ് മാത്യു, രവി B, ഷിബു വടക്കേടത്ത്, മോനച്ചൻ മേപ്രത്ത്, എബിൻ പയ്യമ്പള്ളിൽ, സിജു ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പൊതുമരാമത്ത്, പോലീസ് എന്നീ വകുപ്പുകൾ അനങ്ങാമ്പാറ നയം സ്വീകരിക്കുന്നത് മൂലം വഴിയോര കച്ചവടം പൊടിപൊടിക്കുകയാണ്. എന്നാൽ പഞ്ചായത്തിൽ നികുതി അടച്ച് കച്ചവടം നടത്താൻ ഇരിക്കുന്നവർ കൈയും കെട്ടിയിരിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് മല്ലപ്പള്ളി പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും കൊടുക്കൽ വാങ്ങലുകൾ നടന്നിരുന്ന ശ്രീകൃഷ്ണവിലാസം പബ്ലിക് മാർക്കറ്റാണ് ഇന്ന് അവഗണനയുടെ അതിർവരമ്പുകൾ കാരണം
നാശത്തിൻ്റെ വക്കിലായിരിക്കുന്നത്. 2.5 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന മാർക്കറ്റ് ഇന്ന് കെട്ടിടങ്ങൾ നിർമ്മിച്ചും കയ്യേറ്റത്തിൻ്റെ പിടിയിൽ അമർന്നും ചുരുങ്ങിയിരിക്കുകയാണ്. മാർക്കറ്റിൽ ജൈവ പ്ലാന്റും മീൻ മാർക്കറ്റും കൃഷി വകുപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള കെട്ടിടവുമാണ് ഉള്ളത്. മീൻ മാർക്കറ്റ് വർഷങ്ങൾക്ക് മുൻപ് തകർന്നു കിടക്കുകയാണ്. ഇതിൽ മരങ്ങൾ വരെ കിളിർത്തു നിൽക്കുന്നു. ഉണക്കമീൻ മാർക്കറ്റിലും സ്ഥിതി ഇത് തന്നെ. ഇതിൻ്റെ മേൽക്കൂര തന്നെ തകർന്നിട്ട് 10 വർഷം കഴിഞ്ഞു. ഇത്രയും ദുരിതം സഹിച്ച് കച്ചവടം നടത്തുന്ന വ്യാപാരികളെ വീണ്ടും ദ്രോഹിക്കുവാൻ വഴിയോര കച്ചവടക്കാർ കൂടി എത്തിയതോടെ പഞ്ചായത്തിൽ കരം കൊടുത്ത് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരാണ് വഴിയാധാരമായിരിക്കുന്നത്. വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന അധികാരികളുടെ നിലപാടുകൾക്കെതിരെയാണ് വ്യാപാര വ്യവസായികൾ മാർക്കറ്റിലെ കച്ചവടം ബഹിഷ്കരിച്ച് സമരം ചെയ്തത്.